ഞാൻ തുടങ്ങി വരികയായിരുന്നു. ഞാൻ പറയുകയായിരുന്നു, നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിലുള്ള ചില വിപ്ലവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തകളിൽ ഇന്നും ഇന്നലെയും ഒക്കെ നിങ്ങൾ സജീവമായിരുന്നു. മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ അപൂർവമായി മാത്രമുള്ള വനിതകളിൽ ഒരാളാണ് സാൻഡ്ര. ആ നിലയ്ക്ക് അവർ ആ ഒരു ഗ്ലാസ് സീലിംഗ്, ഒരു സ്ഫടിക മേൽക്കൂര തകർക്കാൻ മുന്നേ തന്നെ നടന്ന ഒരു വനിത കൂടിയാണ്. അങ്ങനെയുള്ള വനിതയ്ക്കാണ് ആ സ്ഫടിക മേൽക്കൂര അവിടെ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്ന ചില പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. സോറി, ഇവിടുത്തെ ഒരു ട്രാഫിക്കിലൊന്ന് സ്റ്റക്കായി പോയതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ 2 ദിവസത്തെ പോരാട്ടം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 2-3 മാസത്തെ പോരാട്ടമാണ് എല്ലാവരും കാണുന്നതെങ്കിലും കഴിഞ്ഞ 14 വർഷങ്ങളായി മലയാള സിനിമയിൽ ഞാൻ വന്ന കാലം മുതൽ നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമായതുകൊണ്ട് ഇതൊരു നമ്മുടെ സമൂഹം പുരുഷാധിപത്യ സമൂഹമാണ്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ എന്നാൽ പോലും സിനിമയിൽ അതിന്റെ ഒരു പ്രതിഫലനം കൂടുതലാണ്. കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളായി മുന്നോട്ട് വരുന്ന നിർമ്മാതാക്കളാണെങ്കിലും സംവിധായകരാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. അതിപ്പോ ഒരു പുരുഷൻ ചെയ്യുന്നതിന്റെ ഇരട്ടി ജോലി ഒരു സ്ത്രീ ചെയ്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും രീതിയിൽ അതൊരു അംഗീകാരം കിട്ടുകയുള്ളൂ. കാര്യം നമ്മുടെ പുരുഷ സഹപ്രവർത്തകർ ചെയ്യുന്നതിന്റെ അതേ ജോലി നമ്മൾ ചെയ്താലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഇവർക്കത് പറ്റുമോ, ഇവരെ കൊണ്ടത് സാധിക്കുമോ എന്ന് നോക്കി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെ നടക്കുകയുള്ളൂ. അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ച് പുരുഷന്മാർക്ക് എതിരോ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റോ ഒന്നുമല്ല ആരും. നമ്മൾക്ക് വേണ്ട ഒരു സ്പേസ്, നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇടം കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുരുഷ സഹപ്രവർത്തകരുടെ അതേ ജോലി ചെയ്യുമ്പോൾ അതേ കൂലി കിട്ടാതിരിക്കുക, പുരുഷ സഹപ്രവർത്തകരുടെ ഒപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായി നേരിടുന്ന ലൈംഗികവും അതല്ലാത്തതുമായ പീഡനങ്ങൾ, സ്ത്രീകൾക്ക് ഒരു ലൊക്കേഷനിൽ വേണ്ട അടിസ്ഥാനപരമായ പ്രൊട്ടക്ഷൻ ഇല്ലായ്മ, സേഫ്റ്റി ഇല്ലായ്മ, ശൗചാലയങ്ങളുടെ അഭാവം, ഇത്തരം നിരവധി. ഇതുപോട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് തോന്നുന്നത് PM ആരതിയാണെന്ന് തോന്നുന്നു, അവർ നടത്തിയ ഒരു പഠനത്തിന്റെ ഭാഗമായി പറയുകയുണ്ടായി, ഇവർക്ക് കിട്ടുന്ന ഭക്ഷണം പോലും വ്യത്യസ്തമാണ്. ലൊക്കേഷൻ സെറ്റുകളിൽ പുരുഷന്മാർ എന്ന് ഞാൻ പറയുന്നില്ല, ആ നിലയ്ക്ക് സ്വാഭാവികമായും കൂടുതൽ ശമ്പളം വാങ്ങുന്നവർ പുരുഷന്മാരായിരിക്കും. അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ പോലും വ്യത്യാസമുണ്ട്. ഒരേ ഭക്ഷണം വേണമെന്ന നിയമം ആരെങ്കിലും അവരുടെ സെറ്റുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഒരു കടലമിട്ടായെങ്കിലും കൂടുതൽ മറ്റേയാൾക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഈ ഒരു അവസ്ഥകളെയാണ് നിങ്ങൾ ചെറുതു മുതൽ വലുത് വരെയുള്ള രീതികളിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പോരാട്ടം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? രീതി സമത്വം എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യമാവുമെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇടപെടുന്ന ഭാഷ, നമ്മളെ ചുറ്റുമുള്ള നമ്മൾ അറിഞ്ഞ് പഠിച്ച ചരിത്രം, നമ്മളെ എങ്ങനെയാണ് കാര്യങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യവസ്ഥയും പുരുഷന് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കാര്യമാണ്. സിനിമ എന്ന് പറയുമ്പോഴോ സാഹിത്യം എന്ന് പറയുമ്പോഴോ ഒക്കെ അർത്ഥമാക്കുന്നത് ആണിന്റെ സാഹിത്യം, ആണിന്റെ സിനിമ എന്നാണ്. കാരണം ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു നോവൽ എഴുതിയാൽ നമ്മൾ അതിനെ പെണ്ണെഴുത്ത് എന്നാണ് വിളിക്കുന്നത്. അതിന്റെ അർത്ഥം സാഹിത്യം ഈക്വൽ ടു പെണ്ണുങ്ങൾ എഴുതാത്ത ഒരിടം എന്നും, സ്ത്രീ എഴുതി തുടങ്ങുമ്പം അല്ലെങ്കിൽ ദളിതർ എഴുതി തുടങ്ങുമ്പം അത് ദളിത് ലിറ്ററേച്ചർ ആവുന്നു അല്ലെങ്കിൽ അത് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ആവുന്നു എന്ന് പറയുന്നത് പോലെയാണ് സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പം അത് പൊതു ഇടത്തിൽ നിന്നും പുറത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ, മെയിൻ സ്ട്രീം ഇസ് മെയിൻ സ്ട്രീം എന്ന് തന്നെയാണ്. ഇറ്റ്സ് ദ മെയിൻ സ്ട്രീം.
സോ അതിനകത്ത് നിന്നുകൊണ്ട് സിനിമ എടുക്കുകയാവട്ടെ, ശ്വസിക്കുകയാവട്ടെ, നമ്മൾ എന്ത് തരം എക്സ്പ്രഷൻ പുറത്തേക്ക് കൊണ്ടുവരികയാവട്ടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈൽഡ് ചെയ്യുന്ന, നമ്മൾക്കെതിരെ തന്നെ പണിയെടുക്കുന്ന ഒരു രീതി നമ്മളുടെ സിസ്റ്റം നമ്മളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഇടത്ത് ഇരിക്കുന്ന സാൻഡ്ര പോലെ ഒരാൾക്ക് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തത്, എങ്ങനെയാണ് കൂച്ചുവിലങ്ങിട്ടിട്ടുള്ളത് എന്നറിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് തൊട്ട് സിനിമയിലെ ഏറ്റവും താഴേക്കടയുള്ള ആൾക്കാരെ തൊട്ട് അതിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്ക് എങ്ങനെ നീതി കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇനി സ്ത്രീകൾക്ക് തുല്യതയുള്ള ഒരു ഇതിവൃത്തം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, എടുക്കില്ല. ആ സിനിമ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. അതിലെ ഏറ്റവും വലിയ തകരാറ് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൽ സ്ത്രീ അഹങ്കാരിയായിരിക്കും. അഹങ്കാരികളായ സ്ത്രീകളെ നമ്മൾ അനുവദിക്കും. അവർ കൃത്യമായിട്ടും നെഗറ്റീവായിട്ടുള്ള റോളിലാണ് ചെയ്യേണ്ടത് നമുക്കറിയാം. നമുക്കിതിൽ ഗുഡ് വിമൻ ബാഡ് വിമൻ ഉണ്ട്. ഇതൊക്കെ എത്രയോ കാലമായിട്ട് കുട്ടികളിപ്പോ ഫിലിം തിയറിയിലൊക്കെ ഫിലിം സ്റ്റഡീസിലൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. അതുകൊണ്ട് ഈ മോശമായിട്ടുള്ള എന്തോ ഒരു കാര്യം എന്ന് പറയുന്നതാണ് സ്ത്രീ, സ്വത്വബോധമുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിലൊരു തെറിയ വാക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. WCC കൂടാൻ മടിയുള്ളത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആ കൂട്ടത്തിൽ അവര് സ്ത്രീകളെ പറ്റി മാത്രം സംസാരിക്കുന്നു എന്നാണ്. അങ്ങനെയില്ല, അത് വിഭാഗീയമായിട്ടുള്ള ഒരു ചിന്തയേ അല്ല. പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ ഇവർ കൂടെ നിലനിൽക്കുന്നു. ഇവരും ഇതുപോലെയുള്ള മനുഷ്യരാണ്. ഇവർക്കും എക്സ്പ്രഷൻസ് ഉണ്ട്, ഇവർക്കും മനസ്സുണ്ട്, ഇവർക്കും റെമ്യൂണറേഷൻ കൃത്യമായിട്ട് നേരത്തെ അനുഭവം പറഞ്ഞ പോലെയാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. സിനിമ വിഷയമായതുകൊണ്ട് മാത്രം നമ്മൾ സിനിമയിൽ ഒതുങ്ങി നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വേ ഓഫ് എക്സ്പ്രഷനും ഇല്ല. എല്ലാ നോമൻക്ലേച്ചറും കൃത്യമായിട്ട് ആണുങ്ങൾക്ക് വേണ്ടി മാത്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒപ്പിട്ട് കൊടുത്ത കടലാസുകൾ മുഴുവൻ സാർ എന്ന് എഴുതിയതും ചെയർമാൻ എന്ന് എഴുതിയതിന്റെ ഒക്കെ മേലെയാണ്. അതിന് മേലെ ഒപ്പിട്ടിട്ട് നമുക്ക് എന്താണ് നമ്മളുടെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പൈതൃകം സംരക്ഷിക്കുക എന്ന് പറയും. അതൊരു സ്ത്രീയെ സംബന്ധിച്ച് പൈതൃകം മാത്രമാണോ സംരക്ഷിക്കേണ്ടത്? അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തടഞ്ഞു വീഴുന്ന ഒരു വാക്കാണ്. പൈതൃകം എന്ന് പറയുന്നത് ഇത് വളരെ കോമൺ ആയിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജാസ്മിൻ ഷായുടെ സെഷനിൽ ചോദിച്ചിരുന്നു, ആം ആദ്മി പാർട്ടിയിൽ ഔരത്തില്ല എന്നത് അവർ ഓർത്തത് പോലും ഇല്ല. അവരെ സംബന്ധിച്ച് ആദ്മി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ഇൻക്ലൂഡഡ് ആണ് എന്നാണ്. അനുഭവം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമയിൽ മാത്രം വന്നതുകൊണ്ട് അത്ര കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നു. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇത്തരം റിപ്പോർട്ടുകൾ എഴുതപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുറത്തു വരാനുള്ളത് അതിലും ഭീകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന്. പോലെ അഭിനേതാവും നിർമ്മാതാവും ഒക്കെ ആയി ഈ സിനിമാ രംഗത്ത് എത്രയോ കാലമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ വളരെ ജൂനിയറായ ഇന്നോ നാളെയോ മാത്രം ഈ രംഗത്തേക്ക് കടന്നു വരാവുന്നവർക്ക് എത്രത്തോളം സേഫ്റ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു നാൾ വഴി എന്ന് പറയാമോ? നിങ്ങൾ പറഞ്ഞല്ലോ ഇത് 2 ദിവസത്തിന്റെ ഒരു പോരാട്ടമല്ല നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പാകെ കൊടുത്ത മൊഴിയുടെ പേരിലാണ് ഇപ്പോൾ പലപ്പോഴും തൊഴിലിടങ്ങളിൽ നിങ്ങളെ പോലെയുള്ളവർ വൈരാഗ്യ ബുദ്ധിയോടെ സമീപിക്കുന്ന പുരുഷന്മാരെ നേരിടേണ്ടി വരുന്നത്. എന്താണ് നിങ്ങളുടെ പോരാട്ടത്തിന്റെ നാൾ വഴി? ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണത്തിന്റെ വിവേചനത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഒരു നിർമ്മാതാവാണ്. അതിനർത്ഥം ഞാൻ ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഞാനാണ് ആ സെറ്റിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പൈസ കൊടുത്തിട്ടാണ് ആ സെറ്റിൽ ഭക്ഷണം വാങ്ങുന്നത്. അതാണ് എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ എൻ്റെ സിനിമയുടെ സെറ്റില് അതിന്റെ ക്യാമറമാൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നലത്തെ ബീഫ് അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ബീഫ് കിട്ടിയില്ലല്ലോ. അപ്പൊ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഡയറക്ടറോട് ചോദിച്ചപ്പോ ഡയറക്ടർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താ എനിക്ക് കിട്ടാതെ എന്ന് വെച്ചാൽ ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോ, അതായത് മെയിൻ ടെക്നീഷ്യൻസ് ആയ ആണുങ്ങളായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ബീഫ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറായ എനിക്കത് കിട്ടിയിട്ടില്ല. അവസാനം ഞാൻ അതിന്റെ മെസ്സ് നടത്തുന്ന ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ബീഫ് കഴിച്ചാൽ എനിക്കും ഇറങ്ങും എന്ന് പറയേണ്ടതായിട്ട് വന്നു. അതൊരു മെയിൻ പ്രൊഡ്യൂസർ ആണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് അവർക്ക് ഇതും തോന്നി. ഇതിപ്പോ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ,
അവിടെ വരുന്ന ഒരു ടെക്നീഷ്യനാണ്. ഏറ്റവും കൂടുതൽ വിവേചനങ്ങൾ അനുഭവിക്കുന്നത് ഈ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ടും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും ഒക്കെ വരുന്ന സ്ത്രീകളാണ്. അവർക്കൊക്കെ ആരോടും കംപ്ലൈന്റ് പറയാൻ പോലും ഒരു ഇടമില്ലാത്ത അവസ്ഥയാണ്. ഇപ്പൊ കംപ്ലൈന്റ് പറഞ്ഞ ആളുകള് കണക്ക് പുറത്തെന്നും പറഞ്ഞുകൊണ്ട് അവരിപ്പോ അസോസിയേഷന് പുറത്തായി, അവരെ കേൾക്കാൻ ആളില്ലാണ്ടായി. ഇപ്പൊ എനിക്കൊക്കെ ഒരു മൈക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് അതും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു അവസാനം എപ്പോ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ അടക്കമുള്ള ആളുകൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ അനക്കങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ വലിയ മാറ്റം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് വരുമായിരിക്കാം. നേരത്തെയൊക്കെ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു, ഈ ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ഞങ്ങളുടെ ഇമേജിന് കോട്ടം തട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട്. ആ പേടി ഇപ്പൊ മാറി കിട്ടി. ഇപ്പൊ അവർക്ക് ഒന്നിനെയും ഭയമില്ലാതായി. ഇമേജ് തകരും അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടാവും എന്നുള്ളവർക്ക് മാത്രമേ ഇതിനെയൊക്കെ ഭയക്കേണ്ടതായ അവസ്ഥയുള്ളൂ. അല്ലാത്തവർക്ക് ഇതിന്റെ ഒരു ഭയക്കേണ്ട കാര്യമില്ല. കാര്യം സർക്കാർ കൂടെ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. അല്ലാത്തവർക്ക് കുറച്ചൊക്കെ ഭയക്കണമായിരിക്കും. എന്നാൽ പോലും ഒരു പരിധി വിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം ഇപ്പൊ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു കാര്യമായ മാറ്റം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇനി വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ 23-ാമത്തെ വയസ്സിൽ സിനിമയിൽ വന്ന ഒരാളാണ്. അപ്പം കാര്യമായിട്ടൊരു എന്താ പറയുക എക്സ്പോഷറോ ഒന്നും കിട്ടാതെ തന്നെയാണ് ആദ്യം ചെയ്ത ബിസിനസ്. ഇത് തന്നെയാണ്. എന്തോ ഭാഗ്യം കൊണ്ട് അത് നന്നായി വന്നു. സിനിമയിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. സിനിമയിൽ നിന്നാണ് എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയത്, എനിക്ക് എക്സ്പോഷർ കിട്ടിയത് എല്ലാം സിനിമയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ അനുഭവങ്ങളും എനിക്ക് വലിയ വലിയ പാഠങ്ങളായിരുന്നു. ആദ്യത്തെ സിനിമയില് എന്റെ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയില് ഒരു ഡ്രൈവർ വന്നിട്ട് എൻ്റെ അടുത്ത്, ഞാൻ പറഞ്ഞിട്ടാണ് ഒരു ചെക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിന്, ഇത് ചെക്കാണ്, ബാങ്കിൽ പോയാൽ മാറി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അദ്ദേഹം അത് വാങ്ങിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം ആർട്ടിസ്റ്റ് എല്ലാവരും വട്ടം കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ചെക്ക് എടുത്ത് എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു, എനിക്ക് വേണ്ട നിങ്ങളുടെ ചെക്കൊന്നും, എനിക്ക് പൈസ മതി, എനിക്ക് ക്യാഷ് ആയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ക്യാഷ് ആയിട്ട് തരാം, പക്ഷെ നിങ്ങൾ ഇനി ഈ സെറ്റിൽ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ ഇനിയും വർക്ക് ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ വർക്ക് ചെയ്യില്ല, നിങ്ങൾ ഇനി ഈ സെറ്റിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡയറക്ടർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യൂണിറ്റ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യൂണിറ്റ് ഓഫ് ചെയ്യൂ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്, എന്തോ സാലറി ആയിട്ട് എന്തോ ഇഷ്യൂ ആയിട്ടാണ് യൂണിറ്റ് ഓഫ് ചെയ്തേക്കുന്നത്, അവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ഇതെന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഈ ഡ്രൈവറെ ഞാൻ തിരിച്ചെടുക്കാതെ ഫെഫ്ക യൂണിയനിലുള്ള ആരും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ സിനിമ ഇവിടെ നിർത്തുകയാണ്, ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ഇറങ്ങിയ പൈസ ഇതുവരെ, അത് എൻ്റെ പ്രായത്തിൻ്റെയും കൂടെ ആയിരിക്കാം, ആ വാശിക്ക് ഞാനും പറഞ്ഞു, ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല, പോയ പൈസ പൊക്കോട്ടെ, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് ശ്രീ ബി ഉണ്ണികൃഷ്ണന്റെ കോൾ എനിക്ക് വരുന്നത്. എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാൻഡ്ര ഇനി മലയാള സിനിമ ചെയ്യില്ല ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തിയെ, ഈ ഡ്രൈവറെ തിരിച്ചെടുക്കാതെ നിങ്ങൾക്ക് ഈ സിനിമ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അദ്ദേഹത്തിനുള്ള പൈസ ഞാൻ കൊടുത്തോളാം, പക്ഷെ ഇനി അദ്ദേഹം അവിടെ വർക്ക് ചെയ്യണ്ട എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക യൂണിയനിൽ ആരും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു മാറ്റവും ഇല്ല, ഞാൻ സിനിമ നിർത്തുകയാണ്, ഞാൻ പ്രസ് മീറ്റ് വിളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ചെയ്യണ്ട, അത് അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ്, ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടാൽ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞപ്പോൾ ശരി ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം അദ്ദേഹം വർക്ക് ചെയ്തോട്ടെ, ഇനി നാളെ മുതൽ ഇവിടെ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു വിട്ടു. ഇതാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണനുമായിട്ട് എൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഒരു ശത്രുപക്ഷത്ത് കാണുകയും പിന്നീട് ഏതൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അവിടെ എല്ലാം ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഇപ്പം ശ്രീ വി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫെഫ്ക യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഒരു പവർഫുൾ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ഇതേ വ്യക്തി
പിന്നീട് 3 വട്ടം എന്നെ ഇതുപോലെ പബ്ലിക്കായി വെല്ലുവിളിച്ചിട്ടുള്ള ഒരാളാണ്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലൈഫിൽ ചെയ്തൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ ഇത്രയും നാള് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നു എന്ന് പറയുന്നത്. WCC തുടങ്ങിയ സമയത്ത് റിമ ഇന്നിവിടെ വരാനിരുന്നതായിരുന്നു. റിമ എന്നെ വിളിച്ചതാണ്, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ അസോസിയേഷൻ ഇതിലേക്ക് വിളിച്ചതാണ്. പക്ഷെ എനിക്ക് അന്ന് ജോയിൻ ചെയ്യുന്നതിന് എനിക്ക് 2 തടസ്സങ്ങളായിരുന്നു. ഒന്ന്, ഞാൻ ഒരു എംപ്ലോയറാണ്, ഞാൻ പ്രൊഡ്യൂസറാണ്. അപ്പം റിമ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തുല്യവേതനമാണ്. തുല്യവേതനം മാർക്കറ്റ് വാല്യൂവിനനുസരിച്ച് മാത്രമേ നമ്മൾക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആ തുല്യവേതനം എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റാത്തടത്തോളം ഞാൻ എങ്ങനെയാണ് അസോസിയേഷന്റെ ഭാഗമാകുക? രണ്ടാമത്തെ കാര്യം കാരവൻ ആയിരുന്നു. കാരവൻ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ തന്നെ അതിൽ അഭിനയിച്ച മറ്റ് ക്യാരക്ടർ ആർട്ടിസ്റ്റുകളെ അതേ കാരവൻ ഉപയോഗിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു നീതി നിഷേധം ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 കാര്യങ്ങളിൽ എനിക്കൊരു അഭിപ്രായമാണ് ഞാൻ WCC ജോയിൻ ചെയ്യാതെ ഇരുന്നത് തുടക്കത്തിൽ. അതിനുശേഷം ഇവർ ചെയ്ത പല പ്രവൃത്തികളും അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് അത് ഇവരുടെ ഏറ്റവും വലിയൊരു എഫേർട്ടാണ്. പക്ഷെ ചില വിഷയങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നതിൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പോ വിനായകന്റെ വിഷയത്തിൽ അല്ലെ, എനിക്കൊരു ഇഷ്യൂ വന്ന സമയത്ത് എന്നെ വിളിക്കാഞ്ഞപ്പോൾ, എന്നോട് വിളിച്ചൊന്ന് അന്വേഷിക്കാതിരുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഞാനത് പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ്. പക്ഷെ പിന്നീട് ഇപ്പൊ ഈ വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് 100% സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് എന്നോട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പോരാടുന്നതിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യും, എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പോയി പരാതി പറഞ്ഞവരും അതിനെ തുടർന്ന് പിന്നെ നടന്ന ചില ചാനൽ ഇന്റർവ്യൂകളിലൊക്കെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വളരെ സബോർഡിനേറ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ പറ്റി അവരെയൊക്കെ യൂണിയനിൽ നിന്ന് പുറത്താക്കി. നമ്മൾക്ക് സാൻഡ്രയുടെ പുറത്താക്കൽ ഇത്ര ലൗഡായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാൻഡ്ര ശക്തിയുക്തം അത് പറഞ്ഞതുകൊണ്ടാണ്. മറ്റു പെൺകുട്ടികളും ശക്തിക്ക് കുറവുണ്ടായിരുന്നില്ല, അവരും അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ യൂണിയനിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. കാരണം അവർക്കെതിരെ ആരോപിച്ച പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് എന്തോ അപകീർത്തികരമായിട്ട് എന്ന് വെച്ചാൽ ഫെഫ്കയ്ക്ക് അതിന് വലിയ മാന്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും അതിനെ എന്തോ അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഫെഫ്കയുടെ നേതാവായിട്ടുള്ളത് 4 വയസ്സായ കുട്ടിയെ റേപ്പ് ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പത്രവാർത്തയാവുകയും ചെയ്തിട്ടുള്ള ഒരാളുടെ പേരിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിനിമയിൽ ലിംഗനീതി എന്ന് പറയുന്നത് എത്ര ദൂരെയാണ് എന്ന്. അത് കേവലം അതൊരു ചെറിയ കാര്യമല്ല. കാരണം റിമയെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് പൊരിച്ച മീൻ എന്ന് പറഞ്ഞിട്ട് നാളെ എനിക്ക് തോന്നുന്നത് ബീഫിനെ പറ്റി ആയിരിക്കും സാൻഡ്ര അവർ പറയാൻ പോകുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതാണ് ജെൻഡർ പൊളിറ്റിക്സ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫുഡ് ദാറ്റ് യു ഈറ്റ്. അത് ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അറിയാനിട്ടല്ല ട്രോൾ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രോൾ ചെയ്യുന്നത്. നാളെ വരാനുള്ള ട്രോളിന് വേണ്ടി ഡിഫെൻസീവായിട്ട് ഇത്രയും പറയും. സാൻഡ്രൻ ഇപ്പോൾ ആ പേര് പറയണമോ എന്ന് ഉറപ്പില്ലാതിരുന്നുകൊണ്ട് ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. റിമ ആ പറഞ്ഞതിലെ ജെൻഡറും ആ രാഷ്ട്രീയവും മനസ്സിലാക്കാതെ പൊരിച്ച മീനിന്റെ പേരിൽ റിമയെ ട്രോളുന്ന, ഇപ്പോഴും ട്രോളിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയിലാണ് സാൻഡ്ര പറയുന്നത് സെറ്റിലെ പുരുഷന്മാർക്കും പ്രധാനപ്പെട്ടവർ എന്ന് അവർ തീരുമാനിച്ച ആളുകൾക്കും മാത്രം ബീഫ് കൊടുത്തു, സാൻഡ്രയ്ക്ക് തന്നില്ല എന്ന്. അപ്പോൾ നാളെ ഇതിൽ നിങ്ങൾ ട്രോൾ ചെയ്യപ്പെടുമായിരിക്കാം. മറ്റൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയത്, ഈ പറഞ്ഞതുപോലെ പലപ്പോഴും വനിതകൾ അവർക്കായി ഒരു കളക്റ്റീവ് രൂപീകരിക്കുമ്പോൾ, അതിപ്പോൾ സിനിമയിലാവട്ടെ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മാധ്യമ മേഖലയിലാകട്ടെ, ഇതിൽ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു നിലപാടെടുക്കണമെന്നും പുറത്ത് പറയണം എന്നും വാശി പിടിച്ചുകൂടാ എന്നുള്ളതാണ്. ഇപ്പോൾ വിനായകന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത് കൊണ്ട് എനിക്കിത് പറയണം എന്ന് തോന്നിയതാണ്. കാരണം നമ്മൾ അതിലും വലിയ
അതിലും കൂടുതൽ പ്രാധാന്യമുള്ള ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കഞ്ഞി മുട്ടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഈ പുരുഷന്മാർ എടുക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം പോരാട്ടങ്ങളിൽ എനിക്കറിയാം ഈ WCC മെമ്പർമാരിൽ പലരും അഹോരാത്രം പണി ചെയ്താണ് അവർ ക്ഷീണിതരായാണ് ഒടുവിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്ര കാലം കഴിഞ്ഞ് പുറത്തുവിട്ടത്. അപ്പോൾ അവർ അത്രയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാട് യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളെ ഒന്നുകൂടെ താഴോട്ട് വലിക്കുന്നത് പോലെയാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായി മാധ്യമരംഗത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത്. സാന്ദ്രയോടുള്ള എൻ്റെ ചോദ്യം, ഈ സാന്ദ്ര ഒരു നിർമ്മാതാവ് കൂടിയാണല്ലോ. ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് ആക്ട് എത്രത്തോളം നടപ്പാക്കാൻ, IC സാന്ദ്രയുടെ സെറ്റുകളിൽ നടപ്പാക്കാൻ എത്രത്തോളം നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്? ഇതിൽ വന്നിട്ട് ഇപ്പം അധികം കാലമായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആരും അവെയർ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ പല സെറ്റുകളിലും IC കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ പേരൊക്കെ യൂണിറ്റ് വണ്ടിയുടെ ബാക്കിലാണ് എഴുതി വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കും അറിയില്ല ആരെയാണ് വിളിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, ഒന്നും അറിയില്ല. സിനിമാ സെറ്റുകളിലെ IC കമ്മിറ്റി ശരിക്കും പറഞ്ഞാൽ പ്രായോഗികമല്ല. അതിന് കാരണം ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു സെറ്റിൽ തന്നെ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ IC കമ്മിറ്റിയിലുള്ളത്. അപ്പം ഒരു പ്രധാന നടിയല്ല, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടായത് ആ സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ആദ്യം അറിയുന്നത് ഈ നിർമ്മാതാവ് തന്നെയാണ്, അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നതും നിർമ്മാതാവ് തന്നെയാണ്. പിന്നീട് ഇതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല. അപ്പൊ അത് എപ്പോഴും ഒരു എന്താ പറയാ, ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അങ്ങനെയുള്ള ആളുകളൊക്കെ, അതായത് പവർ പൊസിഷനിൽ അല്ലാത്ത ആളുകൾ IC കമ്മിറ്റിയിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്നത് എല്ലാവരും അവസരത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ബിക്കോസ് ഈ സിനിമയിൽ ഓരോ സെറ്റുകളിലും വെക്കുന്ന IC കമ്മിറ്റി ശരിക്കും പറഞ്ഞാൽ പ്രായോഗികമല്ല. എനിക്ക് ഒരു വ്യക്തത കുറവുണ്ടായി. അവരുടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്ന് അവിടെ പറഞ്ഞു കഴിയുമ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർ അങ്ങനെയുള്ള ആളുകൾ, അവർക്ക് പിന്നീട് ഈ നിർമ്മാതാവിൽ നിന്ന് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. അവര് അതിനു വേണ്ടിയിട്ട് ഇത് ഒതുക്കി അവർക്ക് പിന്നീട് ചിലപ്പം ആ നിർമ്മാതാവിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു നിർമ്മാതാവാണ്. അപ്പോ അത് അവർക്ക് പിന്നീട് ഉപകാരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വിക്ടിം അവിടെ എന്താ പറയാ, അവര് പറഞ്ഞു പോയി, പിന്നീട് അവർക്കത് തിരിച്ചെടുക്കാനും പറ്റില്ല, എന്നാൽ അതിന്റെ പേരിൽ ഒരു ആക്ഷനും അവിടെ ഉണ്ടാവുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ പല സെറ്റുകളിലും സംഭവിച്ചതായി അറിവുണ്ട്. ഇപ്പം ആദ്യമായിട്ട് ഇന്നലെയാണ് ചേംബറിന്റെ IC കമ്മിറ്റിയിൽ ഒരു കംപ്ലൈന്റ് വരുന്നത്. ഇത്രയും നാളായി IC കമ്മിറ്റി ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. പക്ഷെ കേരള ഫിലിം ചേംബറിന്റെ IC കമ്മിറ്റിയിൽ ആദ്യമായിട്ട് ഒരു കംപ്ലൈന്റ് വരുന്നത് അത് ഇന്നലെയാണ്. അത് FEFCA മെമ്പറായ രോഹിണിയുടെ കംപ്ലൈന്റ് ആണ് വരുന്നത്. ഇതുവരേക്കും അവിടെ അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ആളുകൾക്ക് അറിയില്ല ഇതെവിടെയാണ്. ഇപ്പൊ IC കമ്മിറ്റി ഉണ്ട് എന്ന് പറയുന്നു, പല ചർച്ചകളിലും കേൾക്കുന്നു. പക്ഷെ സിനിമാ പ്രവർത്തകർക്ക് പലർക്കും, ഇപ്പൊ ഞങ്ങള് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു സ്ത്രീകളെല്ലാവരും, നിർമ്മാതാക്കൾ എല്ലാവരും കൂടെ ഒരു ഇത് കൂടിയപ്പോ ആർക്കും അറിയില്ല. ആർക്കും വെക്കണമെന്നറിയാം, ഒരു IC കമ്മിറ്റി വെക്കണം എന്നറിയാം. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ തന്നെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. പേരിന് ഒരു IC കമ്മിറ്റി വേണം, ഒക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതല്ലാതെ ഇതിന്റെ പ്രവർത്തനം എന്താണെന്നോ അതിനെക്കുറിച്ചൊന്നും അവെയർ അല്ല സിനിമാ പ്രവർത്തകർ. ആ അവെയർനെസ്സുമായി പ്രവർത്തിക്കുമ്പോൾ കോർപ്പറേറ്റിൽ, എൻ്റെ പാർട്ട്ണർ കോർപ്പറേറ്റിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അവർക്ക് വരുന്ന മെയിലുകൾ ഏത് തരത്തിലുള്ളതാണ്, അവെയർനെസ് ഇമെയിലുകൾ ഏത് തരത്തിലുള്ളതാണെന്ന്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അടുത്ത കാലം വരെ ഞാൻ വർക്ക് ചെയ്യുന്നവരെ മാധ്യമ മേഖലയിലുണ്ട്, ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങളൊക്കെ പോരാടി ഒരു സ്ഥാപനത്തിൽ ഇത് വരുത്തി. പക്ഷേ സിനിമാ മേഖലയിൽ ഇതുപോലെ ഏറ്റവും അവസാനം വരുന്ന ചർച്ചകളാണ് ഈ IC കമ്മിറ്റിയുടെ. ഇതൊക്കെ ഈ പറഞ്ഞതിനേക്കാളും ഗൗരവപൂർവം അതിന്റെ ഒരു അവെയർനെസ് ഇതിനകത്ത് ഉണ്ടാകാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ദീദി? നിലവിലുള്ള ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ വീണ്ടും
കേസ് കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേട് WCCക്ക് ഉണ്ട്. ഇവിടെയുള്ള ഒരു നിയമം നടപ്പാക്കാൻ വീണ്ടും നമുക്ക് കേസ് കൊടുക്കേണ്ടി വരിക, എന്നിട്ട് അതിൽ ജയിക്കുക. അപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു, നമ്മളുടെ പോരാട്ടം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കും. നമ്മൾ ഇതിന്റെ റിക്വസ്റ്റ് എടുത്ത് നമ്മൾ വനിതാ കമ്മീഷന് കൊടുക്കുന്നു. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉടനെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. ഇനി ഇത്തരം പരാതികളൊക്കെ എന്റർടൈൻ ചെയ്യാനുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എത്ര ഒരു നെയിം സേക്ക് ആയിട്ടുള്ള ഫാസിക്കൽ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ കമ്മിറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കോളേജിൽ എല്ലാ വർഷവും ഇത് കൃത്യമായിട്ട് വേണം എന്നുള്ളത് കൊണ്ട് അത് നടപ്പാക്കുകയും അതിൻ്റെ ഒരു അവയർനെസ് ക്ലാസ്സിൽ ഞാൻ വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്കൊരു പരാതി പോലും കിട്ടാറില്ല, പക്ഷെ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പം അത് എത്ര ഡിസ്ഫങ്ഷനിലാണ് എന്ന് അവർ പറഞ്ഞു തരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ പരാതി കൊടുക്കാം, ഇത് എനിക്കെതിരായിട്ടുള്ളതാണ്, എനിക്ക് പരാതി കൊടുക്കാം എന്ന ആ മിനിമം ലെവൽ ഓഫ് അവയർനെസ് പോലും ഇവിടുത്തെ സ്ത്രീകൾക്കില്ല. അവരങ്ങനെ ഒരു പരാതി കൊടുക്കുന്നതോടുകൂടെ കാര്യങ്ങൾ അവസാനിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇവിടെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഗവൺമെന്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ കേസ് ജയിച്ചതിനെ തുടർന്ന് ഞങ്ങൾ വിചാരിച്ച് നമ്മുടെ നേട്ടം എന്ന് വിചാരിച്ച ആ മോണിറ്ററിംഗ് കമ്മിറ്റി എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്ന് നോക്കിയാൽ തന്നെ അത് മുന്നോട്ട് പോവില്ല എന്ന അതിന്റെ സ്ട്രക്ചറിൽ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ആർക്കെതിരാണോ പരാതി പറയേണ്ടത് അവരൊക്കെയാണ് അതിന്റെ നേതൃത്വത്തിലുള്ളത്. കൃത്യമായിട്ട് ഇനി ആ പറഞ്ഞ പരാതികളിന്റെ അവസ്ഥ പിന്നെ പരാതിപ്പെട്ടാൽ പോലും അത് എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള അജണ്ട ഫിക്സ് ചെയ്യാറില്ല. അതൊരു തരം കൂടൽ, അത് ചില തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കൂടും. പിന്നെ ചില വീഡിയോസ് ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ള ആലോചനകളുണ്ട്. അത് കുറച്ചുകൂടെ ഗൗരവത്തിൽ എടുക്കണം. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഒന്ന് മോണിറ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണിന് വീണ്ടും നമ്മൾ കത്തെഴുതേണ്ട അവസ്ഥയിലാണ്. വിളിച്ചു പറഞ്ഞപ്പം നമ്മളോട് സതീദേവി മാഡം പറഞ്ഞത് ഒരു മെയിലായിട്ട് അയക്കൂ എന്നാണ്. എന്ന് വെച്ചാൽ അത് വീണ്ടും നമ്മളുടെ തന്നെ ബാധ്യതയാണ്. ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും വീണ്ടും നമ്മളുടെ അടുത്ത് തന്നെയാണ്. നേരത്തെ നിങ്ങളുടെ ആ ഇമെയിലിന്റെ അഭാവത്തിൽ തന്നെ നടക്കേണ്ട കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താൻ വീണ്ടും ഇമെയിൽ അയക്കേണ്ട ഒരവസ്ഥ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് പറയാ മെറ്റീരിയലൈസ് ചെയ്തു എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. ഇപ്പൊ ICയെ പറ്റിയിട്ട് പറഞ്ഞത് നേരത്തെ പറഞ്ഞു പരാതി വരേണ്ടതുണ്ട്. ഇപ്പൊ അതുപോലും അല്ലല്ലോ. നമ്മൾ വി ഹാവ് ഗോട്ട് ടു പ്രിവെന്റ്. അതുകൊണ്ടാണ് അതിൽ ഒരു സി ഡ്രോപ്പ് ചെയ്തത് എന്തുകൊണ്ടാന്ന് പലരും അതിനെപ്പറ്റി ആലോചിക്കാറില്ല, പറയാറില്ല. അത് വെറുതെ വീണുപോയ പോലെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ആരോ പറഞ്ഞു കേട്ടു, നേരത്തെ ഇതിന് ICC എന്നായിരുന്നു പറഞ്ഞത്, ഇപ്പൊ പിന്നെ IC എന്നാണ് പറയാ. അതെന്താണോ എന്തോ ഒരു സി പോയി എന്ന് വെച്ചാൽ എത്ര കൃത്യമായിട്ട് അത് പ്രിവെന്റ് ചെയ്യേണ്ടത് കൂടെയുണ്ട് എന്നതുകൊണ്ടാണ് പരാതി വരാതെ നോക്കണം. പരാതി വന്നിട്ട് അത് ശ്രദ്ധിക്കുക, അത് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുക പോലുമല്ല വേണ്ടത് എന്ന് പറയുന്ന നിയമം ഉണ്ടായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യില്ല എന്ന് പറയാൻ നമ്മളുടെ മുമ്പിൽ വേറെ ഉദാഹരണങ്ങളൊന്നും വേണ്ട. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറുതെ കിടന്ന 4 വർഷവും 7 മാസവും എന്ന് പറയുന്നത് മാപ്പില്ലാത്ത കുറ്റമാണ്. ആ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള സ്വകാര്യതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയുന്ന പോർഷൻ റിഡാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കംപ്ലീറ്റ് ഫോം അല്ല പുറത്തു വന്നത്. അത് മാറ്റി നിർത്തിക്കൊണ്ടെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് എഴുതിയ ഒരു റിപ്പോർട്ട്, അതിലേക്ക് ആക്സസ് ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് അതിനെ അവിടെ തന്നെ കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് എന്നുള്ള ഒരു ചോദ്യം എന്തായാലും ചരിത്രം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനി അത് പുറത്ത് വന്നിട്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ ഉത്തരവുണ്ട്. പക്ഷെ സിനിമയിലെ എല്ലാ വലിയേട്ടന്മാർക്കും സിനിമയുടെ ഭാഗമാണ് എന്ന് പറയുന്ന മുഴുവൻ ആൾക്കാരും വലിയേട്ടന്മാര് എന്ന് പറയുന്നത് ആണുങ്ങൾ എന്ന അർത്ഥത്തിലല്ല, അങ്ങനെ അവരെ പോലെ സംസാരിക്കുന്നവർ എന്നുണ്ട്. പാട്രിയാർക്കൽ വാല്യൂ സിസ്റ്റം ഇംബൈബ് ചെയ്യുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ ഇത് എന്തുകൊണ്ടാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് കൊണ്ടുപോവാത്തത് എന്ന കുറ്റവും അതിനും ആൾക്കാർക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. ഇത് സത്യത്തിൽ നാട്ടുകാരെ എല്ലാവരും ഇറങ്ങി ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എപ്പോഴും അത് WCC അയക്കേണ്ട ഒരു മെയിലായിട്ട് മാത്രം ചുരുങ്ങി പോകുന്നു എന്നുള്ള ഒരു ദയനീയസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം
ഈ നാട്ടിലുള്ള എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവരുടെയും ടാക്സ് മണി ഉപയോഗിച്ചിട്ടാണ് ഇത്തരം പഠനം നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഒരുവിധം ആൾക്കാരിലൊക്കെ സിനിമയായിട്ട് ബന്ധമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഫിൽം മേക്കർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ WCCയിലുള്ള സ്ത്രീകൾ സിനിമ ചെയ്യേണ്ട നേരത്താണ് ഈ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടെ അറിയണം. അതിനിടയിൽ കൂടെ തിരക്കിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ബാധകമാവുന്നുമില്ല. ചോദിക്കാണ്ട് IC സിനിമയിൽ പ്രായോഗികമല്ല എന്നാണ് അവർ പറഞ്ഞത്. IC സിനിമയിൽ പ്രായോഗികമല്ല എന്ന നിലപാടാണോ നമ്മൾ കൈക്കൊള്ളേണ്ടത്? അങ്ങനെ തീർത്തും പ്രായോഗികമല്ല എന്നല്ല. ഈ കമ്മിറ്റിയിൽ ആക്ച്വലി വരേണ്ടത് സിനിമയുടെ പുറത്തു നിന്നുള്ള സ്ത്രീകളാണ്. ഇപ്പം വനിതാ ശിശുക്ഷേമ സമിതിയെന്നോ അങ്ങനെയൊക്കെയുള്ള സിനിമയിൽ നിന്ന് പുറത്തു നിന്നുള്ള സ്ത്രീകൾ 1-2 പേര് അതിലുണ്ടെങ്കിൽ തന്നെ അത് പ്രായോഗികമാകും. ഇത് സിനിമയ്ക്കകത്തു നിന്ന് തന്നെയുള്ള ആളുകൾ അവിടെ ഉള്ളപ്പോൾ ആ കംപ്ലൈന്റ് ഒരിക്കലും അതിന് മുകളിലേക്ക് പോവില്ല. പക്ഷെ ICയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയല്ലേ? അതായത് അകത്തുള്ള ആളുകളാണ് ആ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ ഉണ്ടാവുക എന്നുള്ളതല്ലേ? അത് ആ രീതിയിൽ സിനിമയിൽ പ്രായോഗികമല്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ? പ്രായോഗികമല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രായോഗികമാക്കിയത് കൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ വേദിയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് രാത്രി ഇവിടെ വന്നിരുന്ന് ചർച്ച കേൾക്കാം എന്നൊരു കാര്യം ഉണ്ടായത്. ഒന്നിച്ച് പഠിക്കാൻ പാടില്ല, ദളിതർക്ക് പഠിത്തമേ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോരാടി തന്നെയാണല്ലോ എല്ലാവരും ഒന്നിച്ചിരുന്നതും പന്തി ഭോജനം നടത്തിയതും ഒക്കെ. അതേപോലെ ഇതൊന്നും സാധ്യമാവില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് കുറച്ചു കാലമൊക്കെ അത് ഇനിയും വിശ്വസിച്ച് പോകാമെന്ന് തോന്നുന്നു. വെറും ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പം പെട്ടെന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, പെട്ടെന്ന് ഇല്ലാതായി പോയ ഒരു സംഘടനയുണ്ട് മലയാള സിനിമയിൽ. ഇപ്പം ആ സംഘടന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവര് കുടുംബ സംഗമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു മുഖവും വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ അവരെ സിനിമ കളിപ്പിക്കാൻ പറ്റും. നേരെ നടുനിവർത്തി നിന്ന് ഒരു ആൾക്കാരെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റാത്ത വിധം കുറ്റബോധം കൊണ്ട് തല താഴ്ത്തേണ്ടി വരുന്ന ഒരു ദിവസം വരുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. അത് സംഭവിച്ചിരിക്കുന്നു. അതിൽ ആകെ സമാധാനമുള്ളത്, നേരെ നിന്ന് പോരാടുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നിൽ നിന്നുകൊണ്ട് പോരാടിയ ആൾക്കാരെയാണ് സാൻഡ്ര പുറത്ത് ചാടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. ആൻഡ് ഷീ ഈസ് ഡൂയിങ് ഇറ്റ് ഓൺ ഹെർ ഓൺ. ഒറ്റയ്ക്ക് അത് ചെയ്യുന്നു എന്നുള്ളതിനും കുറച്ചൊന്നും സ്റ്റാമിന പോരാ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ മുങ്ങിപ്പോയ സംഘടനയെ പുറത്തു കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കും. കാരണം നമ്മളുടെ ബോധം എന്ന് പറയുന്നത് കൃത്യമായിട്ടും പാട്രിയാർക്കിലാണ്. അവരങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം, ഇതിലെ ഈ ഒരു ചെറിയ ബൈറ്റ് എടുത്തിട്ട് ഇനി പുറത്ത് പോവുകയും എന്നെ കംപ്ലീറ്റ് തെറി വിളിക്കുന്നതും ഞാൻ കേൾക്കേണ്ടതായിട്ട് വരും. ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ആ പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഈ എത്രയൊക്കെ പണം ചെലവാക്കി എന്തൊക്കെ പബ്ലിസിറ്റി ചെയ്തിട്ടും ഒരു നായകന്റെ സിനിമ കളിക്കുന്നില്ല. ആ നായകന്റെ സിനിമ കളിക്കുന്നില്ല എന്നുള്ളതിന്റെ കാരണം ഒരു കോടതിയും അയാൾക്കെതിരെ വിധി എഴുതേണ്ടതില്ല. ഇത് ഓരോരുത്തരുടെ സമൂഹത്തിന്റെ മനസ്സാക്ഷിയിൽ കൃത്യമായിട്ട് തെറ്റ് ചെയ്തത് ആരാണ് എന്ന് ഈ സമൂഹത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങളെ നടുവിൽ കുത്തിട്ട് വിളിച്ചാലും കുത്തിടാതെ വിളിച്ചാലും ഒക്കെ കുത്തുകളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായതല്ല. കുത്തുകൾ അവിടെ വന്ന് ഭവിച്ചതാണ്. നമുക്കറിയാം, അത്ര ഒരു സാങ്ക്ടിറ്റി ഉള്ള അത്ര ഒരു ഭയങ്കര വാക്കായിട്ട് പിന്നീട് അത് പറയാൻ പറ്റാതെ വന്നു ചേർന്നതാണ് അതിൻ്റെ ഇടയിലുള്ള കുത്തുകളെന്നും, ഈ കുത്തുകളിലിട്ട ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് പിറ്റേന്ന് ഡിസോൾവ് ചെയ്ത് പോയി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പുരുഷ മേധാവിത്വത്തിന്റെ ഏറ്റവും വലിയ മുഖമായിട്ടുള്ള ആ ഒരു സംഘടന ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവുകയും ഇനി നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു തിരിച്ചു വരാം. ഈ പറഞ്ഞതുപോലെ AMMA എന്ന സംഘടന ഇല്ലാതാകുന്നു, അതിലെ പലരും രാജിവെക്കുന്നു. പിന്നെ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ മലയാള സിനിമ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. ഈ മാറ്റത്തിന് തുടക്കക്കാരായിരുന്നു ഇവർ. ഇന്ന് സാന്ദ്ര, നിങ്ങൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഈ പോരാട്ടമുണ്ടല്ലോ, ഈ പോരാട്ടവും ഇവർ ഒരുമിച്ച് ചേർന്ന് നിന്ന് നടത്തുന്ന ഈ പോരാട്ടവും ഇതൊക്കെ തന്നെയാണ് മലയാള സിനിമയെ ഇത്ര പോസിറ്റീവായി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന്മേൽ സർക്കാർ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ആ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ നടത്തിയ ഈ പോരാട്ടങ്ങൾ ഇപ്പോൾ കുറച്ചെങ്കിലും
നിറം കാണാൻ തുടങ്ങിയിട്ടില്ലേ? മലയാള സിനിമയിലെ ലിംഗനീതി എന്ന് പറയുന്ന കാര്യങ്ങൾ ആർക്കും എത്രയും പെട്ടെന്ന് ആരെയും ഒതുക്കിക്കളയാം എന്നുള്ള രീതിയിൽ നിന്ന് ഇനി ഇവരെയൊക്കെ ഒതുക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം എന്ന രീതിയിലേക്ക് മലയാള സിനിമയിലെ ഈ പറയുന്ന പുരുഷന്മാരും അവരുടെ സംഘടനകളും തീരുമാനിക്കുന്നതിൽ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായിട്ടില്ലേ സാന്ദ്ര? തീർച്ചയായിട്ടും അതിനുള്ളൊരു വലിയ തെളിവാണ് ഇന്നലെ എൻ്റെ പരാതിയുടെ മേൽ ശ്രീ ബി ഉണ്ണികൃഷ്ണനെതിരെ FIR ഇട്ടപ്പോൾ അദ്ദേഹം ചാനലുകളിൽ വന്നിരുന്നു. അദ്ദേഹം വളരെ തകർന്നാണ്, സാധാരണ നമ്മൾ കാണുന്ന ഒരു ബി ഉണ്ണികൃഷ്ണനെ അല്ല ഇന്നലെ ചാനലുകളിൽ കണ്ടത്. വളരെ തകർന്ന് സ്വന്തം പേരിൽ FIR വരുമ്പോൾ ആരാണേലും ഒന്ന് ഭയക്കുമല്ലോ. അപ്പം ഇതുവരെയും മാളത്തിലിരുന്ന് പുറകിൽ നിന്ന് ഫൈറ്റ് ചെയ്തിരുന്ന, ശരിക്കും പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം പിന്നിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ പുറത്തേക്ക് വരുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഷെയ്ൻ നിഗത്തിനെ വിലക്കിയ കേസാണെങ്കിൽ പോലും അതിന്റെ ഒരു തുടക്കം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഈ RDX എന്ന് പറയുന്ന സെറ്റിൽ പോയതാണ്. അവിടെ നിന്നാണ് അത് തുടങ്ങിയത്. അവസാനം വിലക്കിയത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. കാര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ശ്രീ ബി ഉണ്ണികൃഷ്ണനാണ്. ഇന്നലെ എനിക്കൊരു വിഷമം ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ ടെലിഫോൺ ലൈനിൽ വന്നു, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ടെലിഫോൺ ലൈനിൽ വന്നിട്ട് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി പറയാണ്, സാൻഡ്രയോട് എനിക്ക് യാതൊരുവിധ ദേഷ്യവുമില്ല, സാൻഡ്രയ്ക്ക് എന്തോ കാര്യമായ തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുന്നതാണ്. സാൻഡ്ര എന്ന വ്യക്തിയുമായി ഞാൻ ഇന്നേ വരെ ഒരുമിച്ച് ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിട്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല. പിന്നെ എന്തിനാണ് സാൻഡ്രയ്ക്ക് എന്നോട് ഇത്ര വൈരാഗ്യം, എന്നോട് ഇത്ര ദേഷ്യം, എന്റെ പേരിൽ എന്തിനാണ് FIR ഇട്ടിരിക്കുന്നത്? മാത്രമല്ല സാൻഡ്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞ സിനിമയില് 7 ലക്ഷം രൂപ സാൻഡ്രയ്ക്ക് കോമ്പൻസേഷൻ കൊടുത്ത വകയില് അതിന്റെ ഡയറക്ടറായ ശ്രീ ജൂഡിന് 1 രൂപ പോലും കിട്ടാതെ ആ സിനിമയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിന്നീടും സാൻഡ്രയ്ക്ക് പല സിനിമയിലും ഞങ്ങൾ കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൈസ ഞങ്ങള് കാരണം സാൻഡ്രയ്ക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി എന്തിനാണ് എന്നോട് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല വാക്ചാതുര്യമുള്ള ഒരു മനുഷ്യനാണ്. നല്ല രീതിയിൽ അയാള് ചെറിയ പ്രായത്തിൽ SFIയിലൊക്കെ വർക്ക് ചെയ്തത് കൊണ്ടും ഒക്കെ ആയിരിക്കാം എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ നിൽക്കണമെന്നും ഒക്കെ വ്യക്തമായി ഒരു ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ശരിക്കും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത്രയും നാളും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റെഫ്ക എന്ന് പറയുന്ന ഒരു യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് പച്ചക്കള്ളം വിളിച്ചു പറയുകയാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ അതിന്റെ അപ്പുറത്ത് ടെലിഫോൺ ലൈനിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കാര്യമായ തെറ്റിദ്ധാരണ സംഭവിച്ചു എന്ന് എനിക്ക് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് താങ്കൾക്ക് കാര്യമായ ഓർമ്മപ്പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം ഞാനും അദ്ദേഹവും ജൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അവിടെ അദ്ദേഹം നിൽക്കുകയും ഞാൻ ഇരിക്കുകയുമായിരുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അവസാനം അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേംബർ ഹാളിൽ വെച്ച് എന്നോട് നിന്നെ ഇനി ഞാൻ മലയാള സിനിമ ചെയ്യിക്കില്ല, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്നാ ശരിയെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്റെ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എടക്കാട് ബറ്റാലിയൻ എന്ന് പറയുന്ന ടൊവിനോയുടെ സിനിമ. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മുഴുവൻ നിർത്തിച്ചു വെച്ചു. ഈ നിർത്തിച്ചു വെച്ചു എന്നുള്ളത് എന്നെ ഒരു വോയിസ് മെസ്സേജ് ആയിട്ടാണ് അതിന്റെ എഡിറ്റർ എനിക്ക് അയച്ചു തന്നത്. ഞങ്ങളോട് ഫെഫ്കയിൽ അതിന് വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഈ വോയിസ് മെസ്സേജ് ആണ് എനിക്ക് ദൈവദൂതനെ പോലെ കിട്ടിയ ഒരു സാധനം. ഞാൻ അത് നേരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിലേക്ക് പോകും. ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്യാനുള്ള കാരണം ഇവരെല്ലാം സുഹൃത്തുക്കളാണെന്നും ഇവർ ഒരിക്കലും ബി ഉണ്ണികൃഷ്ണൻ അഗേൻസ്റ്റ് നിൽക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. കാര്യം ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇവർ ഇടപെടുകയുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ആ ജൂതൻ എന്ന് എടക്കാട് വെച്ചാൽ എന്ന് പറയുന്ന സിനിമയുടെ വർക്കുകൾ പിന്നീട് പുനരാരംഭിക്കാൻ സാധിച്ചത്. പിന്നീട് അതിനു മുമ്പാണ് സത്യത്തിൽ ഓം ശാന്തി ഓശാനയുടെ കേസ്. ഓം ശാന്തി ഓശാനയുടെ കേസിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ കോമ്പൻസേഷൻ തീരുമാനിച്ച ശേഷം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്റെ അന്നത്തെ പാർട്ട്ണറായ
ശ്രീ വിജയ് ബാബുവിനെ വിളിച്ച് പ്രഷർ ഇട്ട് എന്നെ വെളിയിൽ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി. അവിടെ അതിന്റെ ഡയറക്ടറായ കാരണം ഞാൻ സമ്മതിച്ച് ഞാൻ പറഞ്ഞു ശരി എനിക്ക് കോമ്പൻസേഷൻ വേണ്ട, എനിക്ക് അപ്പോളജി ലെറ്റർ വേണം എന്ന് പറഞ്ഞപ്പോ ഈ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ജൂഡിനെ കൊണ്ടും ഇതിനെ കൊണ്ടും ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കത്ത് രണ്ടുപേരും എനിക്ക് എഴുതി തരികയും ഫ്രൈഡേ ഫിലിം ഹൗസിൽ ഇന്നും അത് കിടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ഫ്രെയിം ചെയ്ത് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഈ അപ്പോളജി ലെറ്റർ. അപ്പൊ ഈ രണ്ട് ഇൻസിഡന്റിലും പുള്ളി എന്റെ കൂടെ ഒരുമിച്ചിരുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് പുള്ളി ഒരു ചാനലിൽ കൂടെ പറയാണ് ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരുമിച്ചൊരു ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല എന്നെങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാനായിട്ട് സാധിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കിവിടെ വിഷമം തോന്നിയ വിഷയം അതല്ല. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു ആങ്കർ എന്താണ് ചെയ്യുക, ആ ഇൻസിഡന്റിൽ അയാൾ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കിയല്ലോ, കള്ളത്തരാണ് പറയുന്നത്. മാത്രമല്ല കോമ്പൻസേഷന്റെ കാര്യത്തിലും 3.5 ലക്ഷം രൂപ ഞാൻ ചെലവാക്കിയ പൈസയാണ്. അത് കൂടാതെ 25 ലക്ഷം രൂപ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ച പൈസ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു 3 ലക്ഷം രൂപയും കൂടെ അവർ തന്ന് 7 ലക്ഷം രൂപയാക്കി എനിക്ക് കോമ്പൻസേഷൻ തന്നു എന്നുള്ളത് സത്യമാണ്. അതിന് ജൂഡിന് പൈസ കിട്ടിയില്ല എന്നുള്ളത് എന്റെ കുഴപ്പമല്ലല്ലോ. അത് ടേബിൾ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, അതിന് പൈസ മേടിച്ചു കൊടുക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമല്ലേ. അപ്പോ ഇതിന്റെ ചാനലിലിരുന്ന് ഇതിന്റെ ആങ്കർ പറയാണ് നിങ്ങൾക്കിത് കോംപ്രമൈസ് ആക്കിക്കൂടെ, പറഞ്ഞു തീർത്തൂടെ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇത് ഒരു ചാനലിൽ നിന്നല്ല, 2 ചാനലിൽ നിന്ന് 2 മെയിൽ ആങ്കേഴ്സ് ആണ് എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്കിത് കോംപ്രമൈസ് ആക്കി തീർത്തൂടെ, എന്തിനാ നിങ്ങളിത് കേസിലേക്കും ഒക്കെ പോകുന്നത്? അദ്ദേഹത്തിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയപ്പോ എനിക്കിപ്പോ മനസ്സിലാവുന്നത് ചാനലുകാരടക്കം എല്ലാവരും ഈ പറയുന്ന ഇവരുടെ ഒരു ഇൻഫ്ലുവൻസിന്റെ അണ്ടറിലാണ്. കാര്യം അവരെ കൊണ്ടേ കാര്യമുള്ളൂ. ഇപ്പൊ അവിടെ തന്നെ ഉള്ളവർ തന്നെ നമ്മൾ വിളിച്ച് പറയാറുണ്ട് സാൻഡ്ര ഇന്നല്ല നാളെ പോവും, ഇവരൊക്കെയാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഈ യുദ്ധത്തിന് ഈ പൊരുതുന്നതിന് ഒരു അർത്ഥമില്ലാതായി മാറുകയാണ്. മനസ്സിലായി? ഈ ചാനലുകളിൽ തന്നെ ഇരിക്കുന്ന ഇപ്പൊ ഇതുപോലെയൊക്കെ തന്നെ സംസാരിക്കുന്ന ആളുകള് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ നേരെ മറിച്ചാണ് പെരുമാറുന്നത്. വർക്ക് പ്ലേസ് പോലെയല്ല സിനിമ എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള ഇതല്ലേ. ഇപ്പോൾ ഒരു സെറ്റിൽ ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് തീരുന്നു. അപ്പം ഈ ഐസിയിൽ റേസ് ചെയ്യപ്പെടുന്ന ഇഷ്യൂസ് വേറെ ഒരു ഫിലിം കഴിയുമ്പോഴത്തേക്കും തീരില്ലല്ലോ. അപ്പം അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും ആ ഉള്ളിൽ തന്നെ നേരത്തെ ചന്ദ്രമാൻ പറഞ്ഞ പോലെ തന്നെ ആ സെറ്റിൽ തന്നെയുള്ള ആളുകൾ വെച്ചുള്ള ഒരു ഐസി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫോളോ അപ്പും മറ്റും എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരു ഇഷ്യൂ അല്ലേ. അപ്പം നമ്മളിത് അതിനും കൂടി അഡ്രസ് ചെയ്യേണ്ട ആവശ്യമല്ലേ. ഒരു ഐസി ഫങ്ഷൻ അല്ലാതാക്കാനുള്ള എന്തൊക്കെ ഗ്രൗണ്ട്സ് ഉണ്ടോ ആ ഗ്രൗണ്ട്സിൽ പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മളിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിരുന്നല്ലോ, ഈ കോർപ്പറേറ്റ് കമ്പനികളിലൊന്നും ഐസിയുടെ പ്രവർത്തനം നിന്നു പോയിട്ടില്ലല്ലോ. അപ്പം ഇത് ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്ക്യൂസ് ആക്ച്വലി. അതിൻ്റെ വളരെ കൃത്യമായിട്ട് അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണം എന്നുള്ളതിനെ പറ്റി അവർ തയ്യാറാക്കിയിട്ടുള്ള CCC എങ്ങനെയാണ് ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കോഡ് ഓഫ് കോണ്ടാക്ട് വേണ്ടത് എന്നും കൃത്യമായിട്ട് എങ്ങനെയാണ് ഐസി ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ ഇടപെടാൻ നേരമില്ലാതെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ അത് അടുത്തതൊക്കെ നമ്മൾ എന്താണ് നമ്മളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടൽ തോന്നുന്നുണ്ട്. പക്ഷെ അതിൽ ഞെട്ടൽ തോന്നേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ സിനിമ കണ്ടാലോ അല്ലെങ്കിൽ പുള്ളിയുടെ ഈ പറയുന്ന പല സമയത്ത് പറയുന്ന ന്യായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. പക്ഷേ പുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇന്റലക്ച്വൽ ഓറയുണ്ട്. അതിന്റെ ഒരു ഐറണി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 80കളിലൊക്കെ DC ബുക്സിന്റെ നവസിദ്ധാന്തങ്ങൾ എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് അത് ഫെമിനിസവും പോസ്റ്റ് മോഡേണിസം ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണനൊക്കെ കടന്നു വരുന്നത് സാഹിത്യങ്ങൾ. അപ്പൊ ഈ ഇമാതിരി ഇന്റലക്ച്വൽസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പുള്ളി ഈ ഓറയെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ അല്ല, എന്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. സത്യത്തിൽ ഞെട്ടിക്കേണ്ട, നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഞെട്ടിക്കേണ്ട സാധനമാണ്. അപ്പോ ഇത് തുറന്നു പറഞ്ഞതിൽ മാമിന് പ്രത്യേക കൺഗ്രാറ്റ്സ്. താങ്ക് യു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു കഴിവ് വെച്ച് പുള്ളി അഭിനയമാണ് പരീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ 2 പടങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങളുടെയൊക്കെ സെറ്റിൽ ഐസി പ്രവർത്തനമാണ്. ആൻഡ് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ വേറെ ഒരുപാട് ഇൻഡസ്ട്രീസിലും ഐസി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദിയിലും ഒക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഐസി പ്രവർത്തിക്കുന്നുണ്ട്.
ഈ സാൻഡ്രോ പറയുന്ന കാര്യം നന്നായി മനസ്സിലാണ്, കറക്റ്റാണ്. ഏറ്റവും മേലെ നിൽക്കുന്ന ആള് പെർപെട്രേറ്റർ ആവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ഗവൺമെൻറ് ഈവൻ IC എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ബാക്കി എല്ലാ നാടുകളിലും പെർപെട്രേഷൻ നേരത്തെ ലെവലിൽ മാത്രമല്ല, എല്ലാ ലെവലിലും നടക്കുന്ന ഒരു പ്രശ്നമാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പരിധി വരെയെങ്കിലും അത് തടയണമെങ്കിൽ ഈ പറഞ്ഞ സിസ്റ്റംസ് നമ്മൾ എന്തായാലും ചെയ്യേ പറ്റും. ഇത് കൂടാതെ ശരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഒരു മോണിറ്ററിങ്, പോഷ് ഓഡിറ്റ്സ്, ഇതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഐ അഗ്രി കംപ്ലീറ്റ്ലി. നമ്മൾ പറയുന്ന ആ ഒരു അവയർനെസ് ICയെ കുറിച്ച് വലിയ കാര്യങ്ങളിൽ അവയർനെസ് ലാക്കി. പക്ഷെ നമുക്കത് ഉണ്ടാക്കിയെടുത്തേ പറ്റും. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു പഠനം ചെയ്യുമ്പോൾ ഒരു IC അതിൽ വെച്ചാൽ അത് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു സ്റ്റെപ്പാണ്. ഇന്നലെ മണിരത്നം സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ. അപ്പോൾ ഇന്ന് വി ഹാഡ് എ മീറ്റിംഗ്. സർ ആക്ച്വലി ചോദിച്ചത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരൂ. ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത് സർ ഇത് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ് അത് ചെയ്യാൻ. സർ പറഞ്ഞത് അല്ല, ഐ സെറ്റ് ഇസ് എ സേഫ് സ്പേസ്. ഞാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഫോർമലൈസേഷനിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, കുറച്ച് ബുദ്ധിമുട്ടിയാലും അത് നന്നാക്കി തന്നെ എടുക്കണം. ലോകം മുഴുവൻ മാർക്സിസം ആയിരിക്കണമല്ലോ ഭരണത്തിൽ ഇപ്പോസ് ഉണ്ടാവുന്നത്. വർഗബോധം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ വിധം നമ്മൾ റെഡ്യൂസ് ചെയ്യില്ലായിരുന്നല്ലോ. കൂലി ചോദിക്കാൻ അറിയാത്ത ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ മുതലാളിമാർക്ക് ഇവിടെ താഴ്ച വളരാൻ പറ്റില്ലായിരുന്നല്ലോ. അതൊക്കെ അതുപോലെ ഉണ്ടാവുന്നത് തന്നെ WCCക്ക് അകത്തും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇനി തൊഴിലാളികളൊത്തുകൂടിയാലും സ്ത്രീകളൊത്തുകൂടാതിരിക്കാനുള്ള സകല പണിയും എല്ലാ അപ്പാരറ്റസും മെനക്കെട്ട് നടത്തണം. ആ കൂട്ടത്തിൽ അതിലേറ്റവും വലിയ ഇന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്ത് ചാടിയ മതിലിന്റെ ഉയരം എന്താണ്? ഏറ്റവും വലിയ മതിൽ ചാടിയിട്ടുള്ളത് സ്ത്രീകൾക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റും എന്നും അതിന്റെ മുമ്പിൽ WCC എന്ന് തന്നെ അതിന് പേരുണ്ടായിരിക്കുമെന്നും അതിന്റെ തലപ്പത്ത് ഒരാൾ വെച്ച് താഴേക്കുള്ള പിരമിഡ് സ്ട്രക്ചർ അല്ലാതെയും ഇവിടെ നിലനിൽക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഏറ്റവും പ്രധാനം. അതൊരു മെമ്പർഷിപ്പ് എടുക്കലല്ല, ഞങ്ങൾ മെമ്പർഷിപ്പ് പണത്തിന് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. ഇതിൽ മനസ്സുകൊണ്ട് കൂടെ നിൽക്കുന്ന എല്ലാവരും WCCക്കാരാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഈ മനസ്സുള്ള സ്ത്രീകളാണെങ്കിലും അവർക്ക് ഇതേ തുല്യ പദവി വേണം, സ്ത്രീകളുടെ ഡിഗ്നിറ്റി പ്രധാനമാണ് എന്ന് തോന്നുന്ന ആർക്കും WCCയിലെ അംഗമാണ് നിങ്ങൾ സ്വയമേ. അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫോമലായിട്ടുള്ള ഒരു മെമ്പർഷിപ്പില് അതിൻ്റെ അംഗസംഖ്യ അത്ര പ്രധാനമല്ല, നമ്മൾ അങ്ങനെ കാണുന്നില്ല. WCC നടത്തിയ ഈ പോരാട്ടം, അല്ലെങ്കിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ തുടങ്ങിയ ഒരു സിസ്റ്റർഹുഡ് നടത്തിയ ആ പോരാട്ടത്തിന്റെ ഫലമായി കൂടിയാണ് ഇന്ന് AMMA എന്നുള്ള ഒരു സംഘടന ഇല്ലാതായതും അതേ തുടർന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് ഇതൊക്കെ പൊതുവേദികളിൽ വന്ന് പറയാനുള്ള ഒരു ഇടം കണ്ടെത്തിയതും. അതുകൊണ്ട് WCC പരാജയപ്പെട്ടു പോവുകയല്ല, വിജയിച്ച് മുന്നേറുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൂട്ടിച്ചേർത്ത് പറയാം. അപ്പം ഞാൻ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് അതൊരു വളരെ കഷ്ടപ്പാടുന്ന ഒരു ട്രാൻസ്ജെൻഡർ ഒരു അഡ്വക്കേറ്റായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ നാളെ നമുക്കൊരു ട്രാൻസ്ജെൻഡർ ജനിച്ചു കഴിഞ്ഞാൽ നീ ഒരു മോശം സാഹചര്യത്തിലേക്ക് പോ, അല്ലെങ്കിൽ തെരുവിലേക്ക് പോ എന്ന് പറയാതെ ഒരു മാന്യമായ രീതിയിൽ വളർത്താൻ സാധിക്കും എന്നുള്ള രീതിയിലൊരു കാണുന്ന പ്രേക്ഷകന് വരണം എന്നുള്ള രീതിയിലാണ് ആ സ്ക്രിപ്റ്റ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ WCCയിലെ അംഗങ്ങളാരും ഒരു ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണെങ്കിൽ അത് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഒരു പുരുഷ സമൂഹം ചിന്തിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ത്രീകളായ ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ KGF പോലെ ഒരു സിനിമ, അതായത് അതിലെ നായകനെ ഒരു 90% പുരുഷന്മാരും തങ്ങളായി കാണുന്നു എന്നതാണ് ആ ഒരു സിനിമയുടെ വിജയം. ഈ അടുത്ത് മലയാള സിനിമയിൽ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അത്തരത്തിൽ എന്താണ് തങ്ങളും തങ്ങളുടെ ഒരു കൂട്ടം എന്നുള്ള രീതിയിൽ പുരുഷന്മാർ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എന്താണ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ നന്നായി റിസർച്ച് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത്തരത്തിലൊരു ചോദ്യം എന്താണ് സർ? അത്തരത്തിലൊരു ചോദിക്കുന്നത്, അത്തരത്തിലൊരു സിനിമ എന്തുകൊണ്ട് WCCയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ WCC പോലെ ഒരു സംഘടനയ്ക്കോ അത്തരത്തിലൊരു പുരുഷനെ നായകനാക്കി ചിത്രീകരിക്കാൻ പറ്റുന്നില്ല
എന്തുകൊണ്ട് സമരങ്ങൾക്ക് ഉദ്യോഗം കൊടുക്കുന്ന അത്തരത്തിലൊരു സിനിമ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത്? ഒരു അസംഖ്യം രീതികളിൽ WCCക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ പറഞ്ഞ പോലത്തെ സ്ക്രിപ്റ്റിൽ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഒരുപാട് വഴികളുണ്ട് WCCക്ക് പ്രവർത്തിക്കാവുന്നത്. ആ കൂട്ടത്തിൽ ഒരു വഴിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം. നമ്മളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് WCC ഇപ്പോൾ പ്രവർത്തിക്കുന്നത് WCCക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെങ്കിൽ. ആദ്യത്തെ ഭാഗം ട്രാൻസ്ജെൻഡർ എന്തുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നാണ്. അത്തരം സിനിമകൾ എന്തുകൊണ്ട് WCC നിർമ്മിച്ചുകൂടാ എന്നുള്ളത് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ബട്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഉത്തരം വ്യക്തമാണ്. WCC ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്ന ഒരു കളക്റ്റീവ് അല്ല. WCCയുടെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഡ്യൂസർക്കെതിരായിട്ടാണ് കംപ്ലൈന്റ് എങ്കിൽ IC ചെയ്യേണ്ടത് അത് നേരിട്ടൊരു കവറിംഗ് ലെറ്ററോട് കൂടി LCക്ക് ആ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്യുക. എംപ്ലോയർക്കെതിരായിട്ടാണ് പരാതി വരുന്നതെങ്കിൽ, ഇനി IC മെമ്പർക്കെതിരായിട്ടാണ് പരാതി വരുന്നെങ്കിൽ ആ IC മെമ്പറെ മാറ്റി നിർത്തിക്കൊണ്ട് IC ആ പരാതിയെ പരിഗണിക്കുക എന്നുള്ളതാണ്. ആ സിനിമാ മേഖലയിലെ വിവിധ കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം IC രൂപീകരിക്കുന്നത്. എക്സ്റ്റേണൽ മെമ്പർ ലോ അറിയുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നടത്താം. ഇവിടെ പരാതി വന്ന ഒരാളുടെ പേര് ഉൾപ്പെടെ പരാമർശിപ്പിക്കുന്ന സമയത്ത് ആ പേര് ഉൾപ്പെടെ പരാമർശിക്കാൻ പാടില്ല എന്നുള്ളത് ആക്ടിനകത്ത് പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പ്രൊഡ്യൂസർമാർക്കാണ് ബോധവൽക്കരണം നൽകേണ്ടതെങ്കിൽ അങ്ങനെ സിനിമാ ഫീൽഡിന് ഒന്നടങ്കം കൊടുക്കേണ്ട. അതുകൊണ്ട് ബോധവൽക്കരണം കൊണ്ട് ഇത് ഇല്ലാത്തത് കൊണ്ട് ഇത് നടപ്പിലാക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ആരും ഇനി പറയരുത്. ഏത് നിരക്കുള്ള അത്തരം ബോധവൽക്കരണത്തിനും നമ്മളൊക്കെ ഒരുക്കമാണ്, കൂടെയുണ്ട് എന്നുള്ളത്.